കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാനം ശക്തമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് പോകുമ്പോൾ സമരത്തിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രി കെ രാജൻ കൈലി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ കേന്ദ്രം വലിയ തലത്തിലുള്ള സാമ്പത്തികമായാലും അല്ലാതെയായാലും പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ വലിയ തോതിൽ അവഗണിക്കുന്നു, അല്ലെങ്കിൽ സാമ്പത്തികമായി ഞെരുക്കുന്ന ഒരു സാഹചര്യമാണ്. ഏത് തലത്തിലായിരിക്കും സമരവുമായി മുന്നോട്ട് പോകുന്നത്? അല്ല, ഈ ബഡ്ജറ്റിലൂടെ നമ്മൾ പ്രഖ്യാപിച്ചുള്ളൂ കേരളം തകരില്ല, കേരളത്തെ തകർക്കാൻ ആർക്കും പറ്റില്ല. അതുതന്നെയാണ് കേരളം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കൺസിലിയേഷൻ പലതരത്തിലും ചെയ്യുന്നുണ്ട്. പക്ഷേ ചരിത്രത്തിലാദ്യമായി ഒരു ഗവൺമെൻറ് ജനാധിപത്യപരമായി സമരത്തിലേക്കും അതോടൊപ്പം തന്നെ ഭരണഘടനയുടെ 131 അനുച്ഛേദം അനുസരിച്ച് നിയമത്തിലേക്കും പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഒരു കാരണവശാലും സമരസപ്പെടാതെ ശക്തമായ സമരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ ആലോചിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ കേന്ദ്ര ബജറ്റ് വന്നപ്പോൾ സംസ്ഥാനത്തിന് ഒരു ഗുണപരമായിട്ടുള്ളൊരു പദ്ധതി പോലും പ്രഖ്യാപിക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല. പകരം ചില മുൻകാലങ്ങളിലെ പ്രഖ്യാപനങ്ങൾ മാത്രം ആവർത്തിക്കുന്ന സാഹചര്യമാണ്. ഇപ്പം MSP കൂട്ടുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ കൂട്ടിയൊരു പ്രഖ്യാപനം വരുന്നില്ല. കർഷകർക്ക് അത് ഒരു കോർപ്പറേറ്റ് വൽക്കരണത്തിലേക്ക് കാർഷിക മേഖല കൊണ്ടുപോകുന്നു. അത്തരം നയങ്ങളാണ് കേന്ദ്ര ബജറ്റിൽ സ്വീകരിക്കുന്നത്. ഇതിന് ഏത് തലത്തിലായിരിക്കും ഒരു ബദൽ കേരളം മുന്നോട്ട് വയ്ക്കുക? കേരളത്തെ സമ്പൂർണ്ണമായിട്ട്, പ്രത്യേകിച്ച് സംസ്ഥാനത്ത് തങ്ങളോട് ഐക്യപ്പെടാത്ത എല്ലാ ഗവൺമെൻറ്റുകളെയും പിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ആലോചനയാണ് കേന്ദ്രം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വല്ലാത്ത വിധത്തിൽ കേരളത്തെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ വേണ്ടി ഉള്ള ശ്രമമാണ് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും തകരാതെ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കേരളം നടത്തുന്നത്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ. ഇപ്പം കോൺഗ്രസിൻ്റെ ഒരു നിലപാടിന് കർണാടകയിൽ കേന്ദ്രത്തിനെതിരെ ഒരു അപമാനകരമായിട്ടുള്ള നിലപാടാണ്. കേരളം യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മിറ്റി കൂടുന്നതിന് മുമ്പ് ആദ്യം ആലോചിച്ചത് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാക്കളുമായിട്ടാണ്. പ്രതിപക്ഷ നേതാക്കളോട് ചോദിച്ച് സമയം, സ്ഥലം, സൗകര്യം ഒന്നിനും ഐക്യപ്പെടാൻ പറ്റില്ലെങ്കിൽ പിന്നെ 3.5 കോടി മലയാളിയോട് വരുന്ന ഒരു ചരിത്രപരമായിട്ടുള്ള വഞ്ചനയായിരിക്കും അത്. അതിൽ കോൺഗ്രസ് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഇതിൻ്റെ തുടർച്ചയായിട്ട് കർണാടകവും തമിഴ്നാടും എല്ലാം സമരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമരത്തിലേക്ക് കോൺഗ്രസിൻ്റെ നിലപാടെന്തായിരിക്കും അവർ പ്രഖ്യാപിക്കേണ്ടി വരും. എന്തായാലും നമുക്കൊരു വളരെ ശക്തമായിട്ടുള്ളൊരു ഇടപെടലായിരിക്കും കേരളം നടത്താൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മറ്റെല്ലാ ഇതര സംസ്ഥാന ഗവൺമെൻറ്റുകളും ഈ തരത്തിലേക്ക് വരും. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശക്തമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പിനെയും ശക്തമായ രീതിയിൽ തന്നെയാണ് മന്ത്രി കെ രാജൻ വിമർശിച്ചിരിക്കുന്നത്. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ അതുൽ സീസിനൊപ്പം വിഷ്ണു തലവൂർ.